നെക്സ്റ്റ് വി ക്യാൻ സീ ഫോർമേഷൻ ഓഫ് എ കമ്പനി. അതായത് ഒരു കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനി കൺസിസ്റ്റ് ഓഫ് 4 stages എന്നാണ് പറയുന്നത്. ദർ ആർ 4 stages in the formation of a company. They are promotion, incorporation, raising of capital ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. നിങ്ങളെ ടെക്സ്റ്റിൽ അത് 3 തന്നതിന് കാരണം ഈ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? പബ്ലിക് കമ്പനീസിന് മാത്രമേ ബാധകമുള്ളൂ. ദാറ്റ് ഈസ് വൈ ദേ ഹാവ് ഷോൺ ആസ് 3 stages. ആക്ച്വലി ദർ ആർ 4 stages ഓഫ് ഫോർമേഷൻ ഓഫ് കമ്പനി. ഏതൊക്കെയാണ് വരുന്നത്? പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, അതേപോലെ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞതാണ്, കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് ഹു കോൺട്രിബ്യൂട്ട് മണി ആൻഡ് മണീസ് വർത്ത് ടു എ കോമൺ സ്റ്റോക്ക്. അതായത് ഷെയർ ക്യാപിറ്റലായിട്ട് പല ആളുകളെ കോൺട്രിബ്യൂഷനാണ് വരുന്നത്. ആൻഡ് എംപ്ലോയിഡ് ഫോർ എ കോമൺ പേർപ്പസ്. ഈ കോമൺ സ്റ്റോക്ക് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മണി. ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ആൻഡ് ദ പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ട്സ് ദിസ് ക്യാപിറ്റൽ ഇസ് നോൺ ആസ് shareholders or members. But the proportion of capital to which each member is entitled is his share. അപ്പോൾ ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? they are always transferable, although the right to transfer is often more or less restricted. നമുക്ക് ആദ്യത്തെ സ്റ്റേജ് നോക്കാം. ഫോർമേഷൻ ഓഫ് കമ്പനിയിൽ ഈ 4 സ്റ്റെപ്പിൽ ഫസ്റ്റ് വരുന്നതാണ് ഏത്? പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കമ്പനി ബിഫോർ എ കമ്പനി ഈസ് ആക്ച്വലി ഫോംഡ് സർട്ടൻ പേഴ്സൺസ്, അതായത് ഹൂ വിഷ് ടു ഫോം എ കമ്പനി കം ടുഗെദർ വിത്ത് എ വ്യൂ ടു ക്യാരി ഓൺ സം ബിസിനസ്. ആ ആളുകൾ, സച്ച് പേഴ്സൺസ് ഹാവ് ടു ഡിസൈഡ് വേരിയസ് ക്വസ്റ്റ്യൻസ്. അതായത് വിച്ച് ബിസിനസ് ദേ ഷുഡ് സ്റ്റാർട്ട്, ദേ ഷുഡ് ഫോം എ കമ്പനി, അതേപോലെ വിച്ച് ടൈപ്പ് ഓഫ് കമ്പനി ദ റിക്വയർഡ്, വാട്ട് ഷുഡ് ബി ദ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. സോ അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അതാണ് ഈ 4 സ്റ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് സ്റ്റേജാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. പ്രൊമോഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദി കമ്പനി. അതായത് എവറി കമ്പനി ഇസ് ഫോംഡ് as a result of the idea conceived by a promoter or a group of promoters. അപ്പം ഈ ഒരു സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രിങ്ങിങ് എ ബിസിനസ് കൺസേൺ ഇൻ ടു എക്സിസ്റ്റൻസ് ആൻഡ് മേക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇറ്റ്സ് പ്രോപ്പർ പ്ലാനിങ്. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ സം ടോട്ടൽ ഓഫ് ആക്ടിവിറ്റീസ് ബൈ വിച്ച് എ ബിസിനസ് എൻ്റർപ്രൈസ് ഇസ് ബ്രോട്ട് ഇൻ ടു എക്സിസ്റ്റൻസ്. അതായത് ഒരു ബിസിനസ് കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുള്ള ആ സം ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊമോഷൻ എന്ന് പറയാം. അപ്പോൾ ജസ്റ്റൻ ബർഗിൻ്റെ ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സബ്സിക്വൻറ്റ് ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട്സ്, property and managerial ability into a business concern for the purpose of making profits therefrom. അതായത് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് ദ ഫിനാൻസസ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ് അണ്ടർ എ കോർപ്പറേറ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ദ സക്സസ് ഓഫ് ബിസിനസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ദ ബിസിനസ് ഇസ് പ്രൊമോട്ടഡ്. അപ്പോൾ ജോയിൻറ്റ് സ്റ്റഫ് കമ്പനി ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് സംബഡി ടു കൺസീവ് എൻ ഐഡിയ ആൻഡ് ടേക്ക് ആക്ഷൻസ് അബൌട്ട് ദ സൈസ്, type and structure etc. അപ്പോൾ the persons who are responsible for taking such decisions are called promoters. അപ്പോൾ the promotion എന്ന് പറയുന്നത് എന്താണ്? It refers to all those steps which are taken from the time of having an idea of starting a company to the time of actual starting of the company business. അപ്പോൾ ഇത് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. അല്ലാണ്ട് ആ ഇനീഷ്യൽ സ്റ്റേജിൽ ഷെയർ ഹോൾഡേഴ്സ് ഒന്നും ഉണ്ടാവുന്നില്ല, മനസ്സിലാക്കണം. അതായത് ഷെയർ ഹോൾഡേഴ്സ് വരുന്നത് ഏത് സ്റ്റേജിലാണ്? 3rd സ്റ്റേജിലേ വരുന്നുള്ളൂ. ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ അവിടെ ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സായ ഷെയർ ഹോൾഡേഴ്സ് വരുന്നുള്ളൂ. അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സാണ്.
ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോണത് ഹൂ ഇസ് എ പ്രൊമോട്ടർ എന്നുള്ളതാണ്. കമ്പനി പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? അപ്പോൾ ദ പ്രൊമോഷൻ ഓഫ് പീപ്പിൾ ഹു തിങ്ക് ഓഫ് ഫോമിങ് എ കമ്പനി ആൻഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ഇൻ ഇറ്റ്സ് ഫോർമേഷൻ ആർ നോൺ ആസ് പ്രൊമോട്ടേഴ്സ് ഓർ കമ്പനി പ്രൊമോട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രൊമോഷൻ ആരാണോ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അവരെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു കൺസീവ് സച്ച് ഐഡിയ ഇസ് കോൾഡ് കമ്പനി പ്രൊമോട്ടർ. അപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ ഒരുപാട് ഡെഫിനേഷൻസ് തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ജസ്റ്റിസ് കോക്ക്ബോൺ, എ പ്രൊമോട്ടർ ഇസ് വൺ ഹു അണ്ടർടേക്സ് ടു ഫോം എ കമ്പനി വിത്ത് റെഫറൻസ് ടു എ ഗിവൺ പ്രോജക്റ്റ് ആൻഡ് ടു സെറ്റ് ഇറ്റ് ഗോയിങ് ആൻഡ് ഹു ടേക്സ് ദ നെസസറി സ്റ്റെപ്സ് ടു അക്കംപ്ലിഷ് ദാറ്റ് പേർപ്പസ്. അപ്പോൾ ആരാണോ ഈ ഐഡിയ കൺസീവ് ചെയ്തിട്ട് ഈ ഒരു ഐഡിയ പ്രാവർത്തികമാക്കുന്നത് ആ ആളുകളെയാണ് എന്തെന്ന് പറയുന്നത്? കമ്പനി പ്രൊമോട്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ആരാവാം? എനി ഇൻഡിവിജ്വൽ, സിൻഡിക്കേറ്റ്, അസോസിയേഷൻ, പാർട്ട്ണർഷിപ്പ് ഓർ എ കമ്പനി വിച്ച് പുട്ട്സ് ഇൻ ടു മോഷൻ ദ മെഷീനറി ബൈ വിച്ച് എ കമ്പനി ഇസ് ബ്രോട്ട് ഇൻ ടു എക്സിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഈ സ്റ്റാറ്റ്യൂട്ടറി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രൊമോട്ടർ മീൻസ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ നെയിംഡ് ആസ് സച്ച് ഇൻ എ പ്രോസ്പെക്ടസ് or person identified by the company in the annual return to be filed as per section 92. അപ്പോൾ കമ്പനീൻ്റെ ആനുവൽ റിട്ടേൺ അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ നെയിം ചെയ്തിരിക്കുന്ന ആളാരാണോ അതാവാം പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എ പേഴ്സൺ ഹു ഹാസ് കൺട്രോൾ ഓവർ ദി അഫെയർസ് ഓഫ് ദ കമ്പനി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, വെദർ ആസ് എ ഷെയർ ഹോൾഡർ, ഡയറക്ടർ ഓർ അതർവൈസ്. or a person in accordance with whose advice, directions or instructions the board of directors of the company is accustomed to act. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇതിൽ ആരാണോ എന്താ പറയുക അവരുടെ നിർദ്ദേശപ്രകാരം ആരാണോ ഈ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ കൊടുക്കുന്നത്, ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ആളാവാം. ബട്ട് ദ പേഴ്സൺ പ്രൊവൈഡിങ് സച്ച് സർവീസ് ഇസ് ആക്ടിങ് ഇൻ എ പ്രൊഫഷണൽ കപ്പാസിറ്റി വുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് എ പ്രൊമോട്ടർ. നമ്മളിപ്പം എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയനൊക്കെ പുറത്തുനിന്നൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ആ എക്സ്പേർട്സ് ഒന്നും പ്രൊമോട്ടർ ആവില്ല, മനസ്സിലാക്കിക്കൂടാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് എന്നുള്ളതാണ്. പ്രൊമോട്ടേഴ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. അതായത് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് ഉണ്ടാവാം, ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് ഉണ്ടാവാം, ഓൺട്രപ്രീനറൽ പ്രൊമോട്ടേഴ്സ് ഉണ്ടാവാം, അതേപോലെ ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് പ്രൊമോട്ടേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് പ്രൊമോട്ടേഴ്സ് ടേക്ക് ദ പ്രൊമോഷൻ ആസ് ദിയർ പ്രൊഫഷൻ. അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ് ഒരു കമ്പനീൻ്റെ പ്രൊമോഷൻ സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ദേ ഫ്ലോട്ട് ദ കമ്പനി, ഹാൻഡ് ഇറ്റ് ഓവർ ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഓർ ദിയർ റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ അവർ കമ്പനിയൊക്കെ തുടങ്ങി എല്ലാം എന്താ പറയുക പ്രൊഫഷണൽ ടച്ചൊക്കെ കൊടുത്ത് തുടങ്ങും, എന്നിട്ട് അത് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യും? ഓണേഴ്സായ ഷെയർ ഹോൾഡേഴ്സിന്. ഓക്കെ, ബട്ട് അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓൺലി ഇൻ ദ പ്രൊമോഷൻ ഓഫ് ദ ബിസിനസ് ആൻഡ് നോട്ട് ഇൻ ദ റണ്ണിങ് ഓഫ് ദ ബിസിനസ്. അത് കഴിഞ്ഞാൽ അവരതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രൊമോട്ടേഴ്സിനെയാണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയാം. ദെൻ സെക്കൻഡ് കാറ്റഗറി ഓഫ് പ്രൊമോട്ടേഴ്സ് ഇസ് ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്. ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ഡു പ്രൊമോഷണൽ ആക്ടിവിറ്റി വെൻ എവർ ദേ ഫൈൻഡ് എൻ ഓപ്പർച്യൂണിറ്റി കമ്മിങ് ദിയർ വേ. ദേ ഡു നോട്ട് ജനറലി സെർച്ച് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. ദേ ഹാവ് ദിയർ ഓൺ ബിസിനസ് ആൻഡ് ദിയർ അതർ പ്രൈമറി ജോബ്. അല്ലാതെ അങ്ങനെ തപ്പി നടക്കുന്ന പ്രശ്നമൊന്നുമില്ല. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ബിസിനസ് ഏതൊക്കെ രീതിയിൽ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിങ്ങാണ്ട് അവർ സെർച്ച് ചെയ്യൊന്നുമില്ല. They do promotion only when the opportunities is very attractive. Okay, ഇനി after completing the promotion they generally return to their main occupation. അങ്ങനെയുള്ള പ്രൊമോട്ടേഴ്സിനെയാണ് ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഒക്കേഷണലി എന്തെങ്കിലും നല്ലൊരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങോട്ട് ആ ബിസിനസ് തുടങ്ങും. അത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷനിലേക്ക് തന്നെ, ഒക്യുപ്പേഷനിലേക്ക് തന്നെ അവർ തിരിച്ചു പോകും. ദെൻ ഓൺട്രപ്രീനർ പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
they are both promoters and entrepreneurs. അതായത് they conceive idea of a new business unit, do the groundwork to establish it and subsequently become a part of the management. അതായത് അവർ കൺസീവ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഐഡിയ കൺസീവ് ചെയ്ത് ബിസിനസ് തുടങ്ങിയിട്ടല്ല മാത്രമേ ചെയ്യുന്നത്, ആ ബിസിനസ്സിൽ ത്രൂ ഔട്ട് അവർ പ്രൊമോട്ടേഴ്സായി നിൽക്കും, അങ്ങനെയുള്ള ഓൺട്രപ്രണറായി നിൽക്കും. അങ്ങനെയുള്ള പ്രൊമോട്ടേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓൺട്രപ്രണറൽ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ഇസ് ഫിനാൻഷ്യൽ പ്രൊമോട്ടർ. ഫിനാൻഷ്യൽ പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് തന്നെ മനസ്സിലായിക്കോളുക, ദേ അണ്ടർടേക്ക് ദ പ്രൊമോഷൻ ഓഫ് കമ്പനി, അതായത് കംപ്ലീറ്റ് ദ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് ദെൻ പർച്ചേസ് ദ എൻ്റെ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി പ്രൊമോട്ടർ. ആവശ്യത്തിന് വേണ്ട ഫിനാൻസും കൂടെ പ്രൊവൈഡ് ചെയ്യും കമ്പനി റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഫുൾ ഷെയർ ക്യാപിറ്റലും വാങ്ങുന്നത് ഈ പ്രൊമോട്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ അവർ പ്രൊമോട്ടേഴ്സുമാണ്, അതേസമയം അവരെന്തുമാണ്, ഷെയർ ഹോൾഡേഴ്സും ആയി മാറും. Later on, they sell the shares at some profit. As they provide and offer the financial services also, they are known as financial promoters. Okay. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു പ്രൊമോട്ടർ ചെയ്യാൻ നോക്കാൻ പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ. അതായത് ഡിസ്കവറിങ് എ ബിസിനസ് ഐഡിയ ഓർ പ്രൊജക്റ്റ് പ്രൊപ്പോസൽ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രൊമോഷൻ ഓഫ് എ കമ്പനി. ദിസ് സ്റ്റെപ്പ് ഇൻക്ലൂഡ്സ് അസസ്മെൻറ്റ് ഓഫ് എ ക്യാപിറ്റൽ റിക്വയർഡ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അതേമാതിരി മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് എക്സെട്ര. സോ മെനി ബിസിനസ് പ്രൊപ്പോസൽസ് ആർ ഡിസ്കാർഡഡ് അറ്റ് ദ പ്രിലിമിനറി സ്റ്റേജ് ഇറ്റ് സെൽഫ്. പറയാൻ പറ്റില്ല, അവർക്ക് ഫണ്ട് സ്വരൂപിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സ്റ്റേജിൽ തന്നെ അത് വേണ്ടാന്ന് വെക്കും. ചിലപ്പോൾ അത്ര ഫീസിബിൾ അല്ല തോന്നുക, പ്രോഫിറ്റബിൾ അല്ല തോന്നുകയാണെങ്കിൽ അവർ ആ ഐഡിയ വേണ്ടാന്ന് വെക്കും. അപ്പം ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഫങ്ഷൻ വരുന്നത് പ്രൊമോട്ടറിൻ്റെ. അതായത് ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിസ്കവർ ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ ഇസ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊമോട്ടേഴ്സ് അണ്ടർടേക്ക് എ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ പ്രോജക്റ്റ് ഇഫ് he finds the project proposal attractive in the preliminary assessment. അതായത് ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഇത് ഐഡിയ ഫീസിബിൾ ആണ് അല്ലെങ്കിൽ നല്ലതാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും, കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. എത്രത്തോളം കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, എത്ര കാലം ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാലം കൊണ്ട് റിട്ടേൺ കിട്ടും, ആ ഒരു എന്താ പറയുക ക്യാപിറ്റൽ റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യലാണ് അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇൻവോൾവ്സ് എ സ്റ്റഡി അബൌട്ട് ദ വയബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ് ദി ഗ്രോത്ത് of the proposed activity. So detailed investigation is generally conducted with the help of experts such as professional accountants, engineers, etc. But specialists are in a position to make an objective analysis of their own areas which may help the promoters in decision making. അതായത് ഈ അവിടെ ആ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് എല്ലാ പ്രൊമോട്ടേഴ്സിനും ആവശ്യത്തിന് എക്സ്പെർട്ടൈസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ ഒരു സ്റ്റേജിൽ അവർക്ക് എന്ത് ചെയ്യാം, എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ എടുക്കാം. ഇപ്പോൾ ലേ ഔട്ടിനാണെങ്കിൽ എൻജിനീയേഴ്സിൻ്റെ ഹെൽപ്പ് എടുക്കാം. പിന്നെ ഇനിയിപ്പം വല്ല എന്താ പറയുക ഈ ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഫിനാൻഷ്യൽ മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് അവരുടെ ഒപ്പീനിയൻ എടുക്കാം. അങ്ങനെ ആ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ പ്രൊമോട്ടർ can get the help of experts. Okay, the next one is assembling of resources. Assembling of resources എന്ന് പറയുന്നതാണ് അടുത്ത ഇതിൽ വരുന്നത്. ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി പ്രൊമോഷൻ പ്രോസസ്. അതായത് various steps must be taken to assemble various factors of production, namely land, labor, capital and managerial persons. So this involves making contracts for the purchase of material, land, machinery, etc. Then preparing preliminary documents. Promoters will have to prepare necessary documents which are കമ്പൽസറി ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി. അപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കമ്പൽസറി ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതേപോലെ പ്രോസ്പെക്ടസ്. These are the important documents according to Companies Act which are required for registration of the company. So these documents should be submitted to the registrar of companies. Okay. The next function is
എൻട്രിങ് ഇൻ ടു പ്രിലിമിനറി കോൺട്രാക്റ്റ്. അതായത് കമ്പനി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്നറിയാം. അപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ കമ്പനിക്ക് ആ ഒരു സ്റ്റാറ്റസ് കിട്ടില്ല, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി അല്ല. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേജിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നില്ല, രണ്ടാമത്തെ സ്റ്റേജിലാണ് കമ്പനീൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത്. അപ്പോൾ അതുവരെയുള്ള എല്ലാ കോൺട്രാക്ട്സും ചെയ്യുന്നത് ആരായിരിക്കും? പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ പ്രൊമോട്ടേഴ്സ് എൻറ്റർ ഇൻ ടു കോൺട്രാക്ട് വിത്ത് ഡിഫറെൻറ്റ് പാർട്ടീസ് ബിഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി. ആഫ്റ്റർ രജിസ്ട്രേഷൻ ദ കമ്പനി അപ്രൂവ്സ് ദീസ് കോൺട്രാക്ട്സ്. ഓക്കെ. ദെൻ നെയിമിംഗ് ദ കമ്പനി. കമ്പനീൻ്റെ പേരിടൽ ചടങ്ങും നടത്തുന്നത് പ്രൊമോട്ടേഴ്സ്. അതായത് പ്രൊമോട്ടർ ഹാസ് ടു സെലക്ട് എ നെയിം ഫോർ ദ കമ്പനി. വൈൽ സെലക്ടിങ് the name should not give a false impression that company is owned by the government, and it should not be in the name of an existing company or closely resembling to the name of an existing company. അപ്പോൾ പേരിടേണ്ട പണി ആർക്കുള്ളതാണ്? പ്രൊമോട്ടേഴ്സിനാണ്. ഒരു എക്സിസ്റ്റിംഗ് നെയിമിലുള്ളൊരു പേര് പിന്നെ സജസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പേരിടുമ്പോൾ. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, സോളിസിറ്റേഴ്സ് ആൻഡ് അണ്ടർ റൈറ്റേഴ്സ്. അതായത് പ്രൊമോട്ടേഴ്സാണ് ആരെയൊക്കെ നിയമിക്കാനുള്ള ഇത് ചെയ്യുന്നത്. ദേ മേക്ക് ഓൾ ദീസ് അപ്പോയിൻമെൻറ്റ്സ് വിച്ച് ആർ സബ്സിക്വൻ്റ്ലി റിക്വയർഡ് ടു ബി അപ്രൂവ്ഡ് ബൈ ദി കമ്പനി ആഫ്റ്റർ രജിസ്ട്രേഷൻ. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ബിഗിനിങ് വിത്ത് ഡിസ്കവറി ഓഫ് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വിച്ച് ഇൻവോൾവ്സ് കണ്ടക്ടിങ് ദ ഫീസിബിലിറ്റി സ്റ്റഡി, അസംബ്ലിങ് ദ റിസോഴ്സസ് ആൻഡ് രജിസ്റ്ററിങ് ദ ബിസിനസ്. അതുവരെയാണ് നമ്മളെ പ്രൊമോഷൻ സ്റ്റേജിൽ വരുന്നത്. മനസ്സിലായല്ലോ? രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ പ്രോസസ്സ് വരെ എത്തിക്കുക. സെക്കൻഡ് സ്റ്റെപ്പിലാണ് രജിസ്ട്രേഷൻ വരിക. അത് നമുക്ക് നാളെ നോക്കാം. നാളെ നോക്കുന്നതിന് മുന്നേ കുറച്ച് ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പ്രൊമോട്ടേഴ്സ് പെൻഡിങ് ആണ്. അത് നാളെ എടുക്കാം. ഓക്കെ, താങ്ക് യു.